ഗായ്സ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് രാവിലെ തന്നെ എല്ലാവരും ധൃതി പിടിച്ച് ഭയങ്കര 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 തിരക്കിലാണ്. പിന്നെ രാവിലെ തന്നെ ഓരോരുത്തരായിട്ട് ഉറക്കം എണിച്ച് കുളിച്ച് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും രാവിലെ തന്നെ ഉറക്കം എണിച്ച് ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയത്തില്ലേലും ആ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ കുളിയും നനയൊന്നും ഇല്ലാതെയാണോ ഈ ഒരു ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പോയത് എന്നുള്ള ചോദ്യം വരാതിരിക്കാനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ കുളിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ രാവിലെ ഉറക്കം എണ്ണിച്ചപ്പോൾ തന്നെ എൻ്റെ പഴയ സൂക്കേടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും അല്ല, എൻ്റെ വിശപ്പിൻ്റെ വിളിയുണ്ടല്ലോ അതെനിക്കിപ്പോൾ ഭയങ്കര കൂടുതലാട്ടോ. പ്രത്യേകിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ വീട്ടിലെ ആഹാരം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഇത് കാണുമല്ലോ എപ്പോഴും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ദേ ഇന്ന് നമ്മുടെ ചേച്ചിയുടെ രാവിലെ ഒരു 6 മണി കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ വൈറ്റ് പൊങ്കാല. അപ്പോൾ ദേ ചേച്ചി രാവിലെ പൊങ്കാലയൊക്കെ ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും പോയി രാവിലെ കഴിക്കാനായിട്ട് അമ്മ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ സാമ്പാർ കൂട്ടി കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു 2-3 ഇഡ്ഡലി ഞാൻ ഇങ്ങനെ നുള്ളിപ്പറക്കി അതിലേക്ക് തിന്ന് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. നല്ല വിശപ്പാണ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ദേ ആ സമയം കൊണ്ട് ചേച്ചി ദേ പൊങ്കാലയൊക്കെ ഇട്ട് നേദിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബാക്കിയുള്ള പണിയിലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങി കേട്ടോ. അതായത് ഇനി ബാക്കി ഫംഗ്ഷന് വേണ്ടിയിട്ട് ചേച്ചിനെ റെഡി ആക്കണം, അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം, പിന്നെ അങ്ങനെ കുറേ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ചേച്ചിക്കും ചേട്ടനും ഞാൻ വാരിക്കൊടുത്തു. ആ സമയം കൊണ്ട് ദേ ശാലുമോള് നമ്മുടെ 7 കൂട്ടം പലഹാരമൊക്കെ നിരത്തി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേച്ചീനെ ആ സമയം കൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഒരുക്കിയെടുത്തു. ഈ പ്രാവശ്യം ചേച്ചിയാണ് എൻ്റെ ഇരയായത്. ഇതിന് മുന്നേ ഞാൻ ഒരാളെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് മറ്റേ നമ്മുടെ കല്യാണപ്പെണ്ണിനെ ഒന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ചേച്ചീനെ ഒരുക്കിയത്. കുളം ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്താ പറയുക, പിന്നെ നല്ല ചൂടാണ് കേട്ടോ. ഇവിടെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതൊരു കാര്യം അത് തന്നെയായിരുന്നു. നല്ല ചൂടാണ്. ചൂട് കാരണം വിയർത്ത് കുളിച്ച് ഒരുമാതിരി എത്ര ഒരുങ്ങിയാലും ഒരുമാതിരി കോലം കെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി അതേപോലെ അത്യാവശ്യം നല്ല വിയർത്ത് കുളിച്ചു കേട്ടോ. അതുകൊണ്ട് മേക്കപ്പ് ഒക്കെ ഒലിച്ച് പോകുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിനൊന്നും പോയിട്ടില്ല. പിന്നെ ചേച്ചി ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ശാലുമോളൊക്കെ ഒന്ന് ഒരുങ്ങിയത്. ഞാൻ ഈ പ്രാവശ്യം സാരിയാണ് കൊടുത്തത് കേട്ടോ. ശാലുമോൾക്ക് പുതിയൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു വൈറ്റ് കളർ സാരി, വൈറ്റ് അല്ല പർപ്പിൾ കളർ സാരിയാണ് കൊടുത്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ് കേട്ടോ. അങ്ങനെ സാരി കൊടുത്ത് പിന്നെ അതിൻ്റെ ദേ ഓരോരുത്തരായിട്ട് നമ്മൾ ഫംഗ്ഷൻ തുടങ്ങി. ആദ്യം മധുരം കൊടുക്കുന്ന ചേട്ടനാണ്. അതായത് മഞ്ഞൾ തേച്ച് മാലയിട്ട് മഞ്ഞൾ തേച്ച് മധുരം കൊടുക്കുന്ന ചേട്ടനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഓരോരുത്തരായിട്ട് അങ്ങോട്ട് ഫംഗ്ഷൻ അങ്ങോട്ട് തുടങ്ങി വെച്ചു. പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ചേച്ചി ഇതുവരെ ശരണി ചേച്ചീനെ പോയി കണ്ടില്ലേ, ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെ പോവാത്തേ, കാണാൻ താല്പര്യം ഇല്ലായിട്ടാണോ, അതോ ബാംഗ്ലൂർ ഇഷ്ടപ്പെട്ട് നാട് ഇപ്പം വേണ്ടാത്തതുകൊണ്ടാണോ, മടിച്ചിട്ടാണോ പോവാത്തേ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, എനിക്ക് എൻ്റെ ചേച്ചിനെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ലീവ് എടുത്ത് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കേട്ടോ. ചേച്ചി പ്രഗ്നൻ്റ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടുന്ന് ഓടി വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അവസ്ഥ വരാൻ പറ്റാത്ത ആയതുകൊണ്ടും പിന്നെ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് നിന്നത് കൊണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിലോട്ട് വരാനത്. ഇപ്പോൾ പോയിട്ട് ഒരു 6 മാസം എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ 7 മാസമായി. ചേച്ചിയുടെ 7ാം മാസം ചടങ്ങാണ്. അതായത് വളകാപ്പാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഒരിക്കലും എന്ത് കാരണം കൊണ്ടും ഈ ഒരു ഫംഗ്ഷൻ മിസ്സാകരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ വീട്ടിലോട്ട് വരാതിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ നാട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫംഗ്ഷന് അത് നമ്മുടെ വീട്ടിൽ പോകുന്നതിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞ കാര്യം തന്നെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് മൊത്തം ഈ ഒരു ഫംഗ്ഷനിലായിരുന്നു കേട്ടോ. കാരണം ചേച്ചി ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഫംഗ്ഷൻ ഇങ്ങനെ നടത്തണമെന്ന്. അതുപോലെ തന്നെ ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ. എൻ്റെ വളകാപ്പ് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. ചേച്ചി ആഗ്രഹിച്ച പോലെയൊക്കെ തന്നെ നമ്മൾ നടത്തിയോന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും ചേച്ചി ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് കേട്ടോ. അതേപോലെ ഞങ്ങളും പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ലീവ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയേനെ. കാരണം എനിക്ക് ലീവ് ഭയങ്കര പെട്ടെന്ന് നമുക്ക് ലീവ് വെച്ചാൽ കിട്ടത്തില്ല. കാരണം നമ്മൾ ബാക്കിയുള്ള സ്റ്റാഫിൻ്റെയും കൂടെ കാര്യം നമ്മൾ നോക്കണമല്ലോ. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. പിന്നെ അല്ലാതെ വരാൻ താല്പര്യം ഇല്ലായിട്ടൊന്നും അല്ലായിരുന്നു, മടിച്ചിട്ട് അല്ലാതെ ബാംഗ്ലൂർ അങ്ങ് ഇഷ്ടപ്പെട്ട് പോയത് കൊണ്ട് ഒന്നും അല്ല. എനിക്ക് എപ്പോഴും എൻ്റെ നാട് തന്നെയാണ് ഇഷ്ടം. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഒന്നാമത്തെ കാര്യം ചേച്ചിയുടെ ഫംഗ്ഷൻ നമുക്ക് അടിച്ചു പൊളിക്കണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ടും, രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫാമിലീസ്, അതായത് ഫാമിലി
മെമ്പേഴ്സിനെ എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയ ഒരു അവസരം കൂടിയാണല്ലോ. എന്തായാലും ഫംഗ്ഷൻ എല്ലാവരും വരും, അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണുകയും കൂടെ ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഫംഗ്ഷന് വേണ്ടി മാത്രമായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നത് കേട്ടോ. പിന്നെ ഇത് എല്ലാവരെയും കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷമാണ്. കാരണം 6 മാസമായിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഇനി പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എൻ്റെ അവസ്ഥ എന്താവും എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ഫംഗ്ഷനൊക്കെ നല്ല രീതിക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് എന്താ പറയണമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം അതുപോലെയാണ്. പിന്നെ ലാസ്റ്റ് ഇതേ എൻ്റെ അവസരം വന്നപ്പോൾ എൻ്റെ ചേച്ചിക്ക് നല്ല രീതിക്ക് ഞാൻ ഇങ്ങനെ വാരി അങ്ങോട്ട് പൂശി കൊടുത്തിട്ടുണ്ട് ചന്ദനമൊക്കെ കേട്ടോ. അതേപോലെ ചേച്ചിക്ക് മധുരം ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല, കാരണം ചേച്ചിക്ക് ഷുഗർ ഉണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു ചേച്ചി സുഖമായിട്ടിരിക്കണോ, ചേച്ചിക്ക് എങ്ങനെയുണ്ട്, എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ പറയാനുള്ള ചേച്ചിക്ക് ഷുഗർ ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് മധുരം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ചേച്ചിക്ക് മധുരം കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾ കൊടുക്കത്തില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ചേച്ചിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. ചേച്ചിയും വാവയും എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ചേച്ചിക്ക് നല്ല രീതിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, ഒരുപാട് നേരം അങ്ങനെ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. നല്ല രീതിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ചേച്ചിയും വാവയും ചേട്ടനും എല്ലാവരും നല്ല സുഖമായിട്ട് ഇത് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതിൻ്റെ സങ്കടത്തിലാണ് ഞാനിപ്പോൾ. കാരണം വെച്ചാൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി ഇപ്പോഴൊന്നും വിരക്കൊന്നും നടക്കത്തില്ല. ഇടയ്ക്കൊന്ന് കാണാൻ തോന്നുമെങ്കിൽ വീഡിയോ കോൾ അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ കോൾ മാത്രമാണ് ഇപ്പം നമ്മുടെ ശരണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ചേച്ചിക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും, നമ്മുടെ ഫാമിലി എല്ലാവരും മധുരമൊക്കെ കൊടുത്തു. എൻ്റെ കോലം കണ്ട് ആരും പേടിക്കണ്ട. ലാസ്റ്റ് എൻ്റെ പൊട്ടും കുറിയും എല്ലാം പോയി. നല്ല രീതിക്ക് രാവിലെ ഒരുങ്ങിയതാണ്. പിന്നെ ഇന്ന് കഴിക്കാനായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ കറിയും അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ. അതായിരുന്നു നമ്മൾ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഞാനൊക്കെ നന്നായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഈ പൊട്ടൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് പോയി പൊട്ടും ഇട്ടു, കുറിയും തൊട്ടു. നമ്മളങ്ങനെ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പോയി പൊട്ടും കുറിയൊക്കെ ഇട്ടുകൊണ്ട് വീണ്ടും വന്നു കേട്ടോ. എനിക്ക് എൻ്റെ നെറ്റിയിൽ പൊട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇനി ചേച്ചീനെ നമ്മൾ പറഞ്ഞു വിടുന്ന ചടങ്ങാണ് ഗൈസ്. നമ്മൾ വീട്ടിലോട്ട് ചേച്ചിയെ കൊണ്ടുപോകുന്നില്ല, കാരണം ചേച്ചിക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന വീട്ടിൻ്റെ മേലിൽ തന്നെ ഒരു വീടുണ്ട്, അവിടെ നമ്മൾ ഒരു ദിവസത്തേക്ക് നിൽക്കാനുള്ള ഇത് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അത് വേറെ ആൾക്കാരെയാണ്, പക്ഷെ നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതേ ചേച്ചി നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ ഒരു റൂമിലോട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. കാരണം ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ, ഒരു ദിവസം ചേട്ടനെ കാണാനേ പാടില്ല. അപ്പോൾ വീട്ടിൻ്റെ ഓണറിൻ്റെ കുഞ്ഞാണ് കേട്ടോ വന്ന് ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തത്. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തരുടെ ഒക്കെ പോവാൻ തുടങ്ങി കേട്ടോ. എല്ലാവരെയും കണ്ട സന്തോഷമുണ്ട്, പക്ഷെ പോകുമ്പോൾ അതിലേറെ സങ്കടവും ഉണ്ട്. പക്ഷെ ആരെയും പോവാതെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗായ്സ്.